മനുഷ്യന്റെ ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് അവന്റെ കുട്ടിക്കാലമാണ്. പിന്നീട് അവന്റെ വിദ്യാർത്ഥി കാലം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന 16 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവന്റെ യൗവന കാലഘട്ടം, പിന്നീട് മധ്യവയസ്കൻ, അവസാനം വാർദ്ധക്യത്തിന്റെ അവശതകൾ. ഏറ്റവും ഒടുവിൽ ഈ ലോകത്തുനിന്ന് അവന്റെ മൃതശരീരവുമായി കൊണ്ട് 6 അടി മണ്ണിലേക്കുള്ള യാത്ര. മൊത്തത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ്സാണ് ഈ പറഞ്ഞത്. ഇതിനിടയിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏറ്റവും നല്ല പീക്ക് ടൈം എന്നറിയപ്പെടുന്ന സമയമാണ് യുവത്വം എന്നുള്ളത്. നമ്മൾ ഈ സദസ്സിൽ തന്നെ നമ്മളിങ്ങനെ നോക്കിയാൽ യുവാക്കൾ എന്ന് പറയാവുന്ന എത്ര പേര് പള്ളികളിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വലിയ പള്ളികളുണ്ട്, 2 നില 3 നില പള്ളിയുണ്ട്. ആ പള്ളിയിൽ സുബ്ഹി ജമാഅത്തിന് എത്ര ചെറുപ്പക്കാരുണ്ട്. ക്ലബ്ബുകളിലും ഹബ്ബുകളിലും പബ്ബുകളിലൊക്കെ ഇഷ്ടം പോലെ ആളില്ലേ. യുവത്വം എന്ന് പറയുന്നത് പടച്ച റബ്ബ് നൽകിയിട്ടുള്ള അതിമഹത്തരമായ വലിയ അനുഗ്രഹമായിട്ട് ഉലമാക്കന്മാർ എപ്പോഴും സംസാരിക്കും. ഏത് കിതാബ് എടുത്ത് വായിച്ചു. ഒരിക്കൽ മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹ് തന്റെ ചുറ്റും കൂടിയിട്ടുള്ള ആളുകളോട് പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, ഖുവ്വതുകും ഇജ്അലൂഹാ ഫീ ശബാബികും വനശാതുകും ഫീ തഅത്തില്ലാ. യുവാക്കളെ, യുവ സമൂഹമേ, നിങ്ങളുടെ യുവത്വവും നിങ്ങളുടെ ഉന്മേഷവും നിങ്ങളുടെ ശക്തിയും അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ നിങ്ങൾ ചെലവഴിക്കൂ. മറ്റുള്ള ഫാൻസിന് വേണ്ടി, ഏതെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി, കളിക്കാർക്ക് വേണ്ടി, സിനിമാ നടന്മാർക്ക് വേണ്ടി നിന്റെ ജീവിതവും ഊർജവും പൈസയും ചെലവാക്കുന്നതിന് പകരം നിനക്ക് ആയുസ് തന്ന വാപ്പയെ ഉമ്മയെ നീ സ്നേഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ, നിന്റെ പ്രവാചകനെ നീ പിൻപറ്റുന്ന സുന്നത്ത് പാലിക്കുന്നവനായി നിന്റെ യുവത്വം നന്നായി ഉപയോഗിക്കുക. യുവാക്കളെ, ഇന്ന് യുവാക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. അവരെ വഴിതെറ്റിക്കാൻ, അവരെ ബൂസ്റ്റ് ചെയ്യാൻ, അവരെ തിന്മയിലേക്ക് നയിക്കാൻ ധാരാളം ചാനലുകളുണ്ട്. അവർക്ക് നല്ലത് പറഞ്ഞ് അവരെ നിസ്കാരത്തിലേക്കും പള്ളിയിലേക്കും ഇബാദത്തുകളിലേക്കും കൊണ്ടുവരുന്നതിൽ സമൂഹം ഒട്ടനേകം പിറകിലാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചോ. അവർക്ക് രാഷ്ട്രീയം താല്പര്യമില്ല, ചാരിറ്റി താല്പര്യമില്ല, മതം താല്പര്യമില്ല. അവർക്ക് ഭൗതികതയിൽ അവർ വീണുപോയിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്ത് എടുത്ത് നോക്കി നിങ്ങള്, വളരെ കുറഞ്ഞ ആളുകൾ അതിലൊരു എനർജറ്റിക്, അതും ഒരു ഇലക്ഷൻ സമയത്ത് വേണമെങ്കിൽ 10 മിനിറ്റ് വരും. മഹാനായ പ്രസിദ്ധനായ താബിഈ പണ്ഡിതൻ സുഫിയാനു സൗരി റഹിമഹുല്ലാഹ്, സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് താബിഈ പണ്ഡിതനാ. അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന സമയത്ത് പള്ളിയിലുള്ള യുവാക്കളുടെ കുറവ് കണ്ടപ്പോ വേദനയോടെ സംസാരിക്കുന്നുണ്ട്. ഇദാ ലം തുസല്ലുൽ യൗമ ഫമതാ, അല്ല ചെറുപ്പക്കാരെ, നിങ്ങൾ ഇന്ന് നമസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ന് നിസ്കരിക്കാനാണ്? നമ്മുടെ ഏറ്റവും നല്ല സമയം, നമ്മുടെ യൗവനം, കരുത്ത്, ഊർജം, ഉന്മേഷം എല്ലാം കിട്ടുന്ന പ്രായമാണ്. നിസ്കാരത്തിന് പറ്റിയ സമയമാണ്. നിനക്ക് എത്ര നേരം വേണമെങ്കിലും എണീറ്റ് നിസ്കരിക്കാൻ പറ്റുന്നൊരു സമയമല്ലേ. ഇന്ന് നീ നിസ്കരിക്കുന്നില്ലെങ്കിൽ എന്ന് നിസ്കരിക്കാനാണ് നീ? യുവാക്കളെ വിളിച്ചുകൊണ്ട് മുൻഗാമികളായ സലഫുകൾ പോലും ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ എത്രമാത്രം അശ്രദ്ധയിലാണ് നമ്മുടെ നാട് എന്ന് നമ്മുടെ മനസ്സിന് വേദനയോടെ ചിന്തിക്കണം. ഇപ്പൊ ഈ സുബഹ് നമസ്കാരം കഴിഞ്ഞു, 2 സഫ് ആളുകൾ നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്നു. അതിൽ എത്ര യുവാക്കൾ ഉണ്ടായിരുന്നു? ഈ ഒരു വിദീനിയായ ഒരു സദസ്സ് ഇവിടെ നടക്കുന്നു, എത്ര യുവാക്കൾ ഉണ്ടായിരുന്നു? ആ ലിസ്റ്റ് എപ്പോഴും ഇങ്ങനെ നമ്മുടെ മനസ്സിന് ഓർമ്മ വരണം. അതേ സമയത്ത് ഇവിടെ നടക്കുന്ന മറ്റൊരു ഭൗതികമായ വേറെ ഏതെങ്കിലും നിലക്കുള്ള ആഘോഷങ്ങളായിരുന്നുവെങ്കിൽ വിളിക്കാതെ അവർ ചാടി എണീറ്റ് വരുമായിരുന്നു. ഈ ഒരു ദുരന്തം ഇനി നമ്മുടെ നാടിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നാണ് പറയുന്നത്. പ്രസിദ്ധനായ പണ്ഡിതൻ റബീഅ ഇബ്നു കുൽസൂം റഹിമഹുല്ലാഹ് ഒരിക്കൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ കൂടെ താമസിക്കാൻ അവസരം കിട്ടി. പണ്ഡിതന്മാരുടെ കൂടെ താമസിക്കുക, പണ്ഡിതന്മാരുടെ കൂടെ യാത്ര ചെയ്യുക, പണ്ഡിതന്മാരുടെ കൂടെ സഹവാസത്തിന് ചാൻസ് കിട്ടുമ്പോൾ അവർ ഉപയോഗിക്കുക.
റബീഅ ഇബ്നു കുൽസൂം പറയാണ്, ഞാൻ ഹസൻ ബസറിന്റെ കൂടെ കുറച്ചു സമയം യാത്ര ചെയ്യാൻ അവസരം കിട്ടി. അദ്ദേഹമാണെങ്കിൽ ആരായിരുന്നു? 300ഓളം സ്വഹാബിമാരെ കണ്ട് ദീന് പഠിച്ച പണ്ഡിതനാണ് ഹസൻ ബസരി. അദ്ദേഹത്തിന്റെ കൂടെയാണ് എനിക്ക് സമയം കിട്ടിയത്. അങ്ങനെ ഒരു സദസ്സിൽ ചെന്നു. ആ സദസ്സിൽ ഹസൻ ബസരി ചെല്ലുന്ന സമയത്ത് അവിടെ കുറഞ്ഞ യുവാക്കളെ കാണുന്ന സമയത്ത് അവരോട് ചോദിക്കുകയാണ്, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യുവ സമൂഹമേ, അമാ തഷ്താഖൂന ഇലൽ ഹൂരിൽ ഐൻ, ദുനിയാവിലെ പെണ്ണ് മോഹിച്ച് നടക്കുന്നവരെ നിങ്ങൾക്ക് ഹൂറുൽ വേണ്ടേ? പരലോകം കൊതിപ്പിക്കണവരെ കൊണ്ട്, ദുനിയാവിലെ മദ്യത്തിന്റെ പിറകിലോടുന്നവരെ, രോഗം വരാത്ത, ലഹരി കയറാത്ത, മത്ത് പിടിക്കാത്ത, ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധേന മനുഷ്യൻ ഒരു മൃഗമായി മാറുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന യഥാർത്ഥ രുചിയുള്ള മദ്യത്തിന്റെ അവസ്ഥ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലെ സുഖങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്കത് വേണ്ടേ? നിങ്ങൾ അത് മോഹിക്കുന്നില്ലേ? നിങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ലേ? വലക്കും ഫീഹാ മാ തഷ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ. ആ സ്വർഗത്തിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം കിട്ടും, നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതെല്ലാം പടച്ചോൻ തരും. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി യുവാക്കളോട് പറയാണ്, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യുവ സമൂഹമേ, ഇയ്യാകും വത്തസ്വീഫ്, നിങ്ങൾ തസ്വീഫ് എന്ന സ്വഭാവം വെടിയണം. തസ്വീഫ് എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യാ, അടുത്ത മാസം ചെയ്യാലോ, ഇനി സമയമുണ്ടല്ലോ. ചെയ്യേണ്ടുന്ന അടിയന്തിര പ്രാധാന്യമുള്ള കാര്യങ്ങൾ സൗഫ ഫഅലു സൗഫ ഫഅലു, ഞാൻ ചെയ്തോളാം, പിന്നെ ചെയ്തോളാം, പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നീ നീട്ടിവെക്കല്ലേ. കാരണം ഇന്ന് നിനക്കുള്ള ആരോഗ്യം നാളെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്ന് നീ വിചാരിക്കുന്നത് പോലെ നാളെ നിനക്ക് ആയുസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു 19 വയസ്സുള്ള ഒരു മകനെ കാണാതെയായി. രാവിലെ വീട്ടിൽ നിന്ന് പോയതാ, എവിടെ പോയതാണെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. അപ്പൊ ഏറെക്കുറെ പ്രതീക്ഷിച്ചു അവൻ ഇന്ന സ്ഥലത്തുണ്ടാവാനാണ് സാധ്യത. അവന്റെ വീട്ടില് കുറച്ച് പോത്തുകളുണ്ടായിരുന്നു. ഇവൻ ഈ പോത്തിന്റെ കയറൂരി കെട്ടാനും ഒന്ന് മാറ്റി കെട്ടാനും പുഴന്റെ വക്കിലാണ് പണി, ഇവരെ പിടിച്ച് കെട്ടുക. അപ്പൊ പുഴയിലെങ്ങാനും മൃഗങ്ങൾ വീണ് പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് മാറ്റി കെട്ടാൻ വേണ്ടി പോയതാണ്. എന്നാൽ പുഴയിൽ കാണാനില്ല, മേലെ കാണാനില്ല, വേറുള്ള വീടുകളിൽ വിളിച്ചവിടെ കാണുന്നില്ല. 19 വയസ്സായിരുന്നു അവന്റെ പ്രായം. അടുത്ത 24 മണിക്കൂറുകൾക്ക് ശേഷം ഫയർഫോഴ്സും ടീമും എല്ലാവരും വന്ന് എവിടെയാണ് എന്നറിയാത്തതുകൊണ്ട് തന്നെ, എവിടെ തിരയണമെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് അവസാനം പുഴയുടെ മൂലയിൽ നിന്ന് അവന്റെ മൃതശരീരമാണ് പിന്നീട് ലഭിക്കുന്നത്. പ്രായം ഒരു പ്രശ്നമല്ല. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നുള്ളതിൽ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവനാണ് മനുഷ്യൻ. 21 വയസ്സുള്ള മകൻ മദ്രാസിൽ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി. ഉമ്മ, ഞാൻ നാളെ നാട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഉമ്മാനെ വിളിച്ചു പറഞ്ഞു മകൻ. സ്വാഭാവികമായി ഹോസ്റ്റലിൽ നിൽക്കുന്ന മകൻ വീട്ടിൽ ഞാൻ നാളെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരെ വാപ്പാക്കും ഉമ്മാക്കും അവിടെ ഒരു പ്രത്യേക ഒരു ആനന്ദം ഉണ്ടാവും. അവര് നന്നായി ഒരുങ്ങി. മകൻ വരുന്നോണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന വിഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു, ഫസ്റ്റ് കൊടുക്കേണ്ട വിഭവങ്ങൾ. പിറ്റേ ദിവസം അവൻ വരുന്നു പറഞ്ഞ സമയത്ത് ആള് വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷെ എത്തിയത് ആംബുലൻസിലായിരുന്നു. അവന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് കൂട്ടുകാരന്റെ ബൈക്കിൽ ആ ചെറിയ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിലേക്ക് കടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഈ ചെറിയ റോട്ടിൽ നിന്ന് വലിയ റോട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു വണ്ടി വന്ന് കയറി ഇവരുടെ ബൈക്കിനെ മേലെ കൂടെ അടിച്ചു കയറുക ചെയ്തത്. 21 വയസ്സ് ഒരു മരണം എന്നത് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്ന പ്രായമാണോ? ഒരിക്കലും അല്ല. ഇന്ന് കിട്ടിയത് നാളെ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇന്നുള്ള സമ്പത്ത് നാളെ ഉണ്ടാകുമെന്ന് വിചാരിക്കണ്ട. ഇന്ന് കിട്ടിയ ആയുസ് നാളെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് സൗഫ ഫഅലു പിന്നെ ചെയ്യാം എന്ന സ്വഭാവം നീ ഒഴിവാക്കണമെന്ന് ഹസനുൽ ബസരി തന്റെ പ്രിയപ്പെട്ടവരോട്, സമൂഹത്തോട് ഓർമ്മപ്പെടുത്തിയത് ചരിത്രത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കിട്ടുന്ന അറിവ്, ആരോഗ്യം, നമ്മുടെ ഒഴിവ് സമയം, നമ്മുടെ യൗവനം, നമ്മുടെ കരുത്ത്, ഊർജം എല്ലാം
അള്ളാഹുവിലേക്ക് അടുക്കാനും പരലോകത്ത് നമ്മുടെ തുലാസിൽ കനം കൂടാനും ആരാരും സഹായത്തിനില്ലാതെ, നാട്ടുകാരില്ല, സയ്യിദന്മാരില്ല, നേതാക്കന്മാരില്ല, പണ്ഡിതന്മാരില്ല, വാപ്പയില്ല, കുടുംബങ്ങളില്ലാതെ അവനവന്റെ കർമ്മങ്ങൾ വെച്ച് പരിശോധിക്കുന്ന ഒരു മനുഷ്യന്റെ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ പറ്റാത്ത, ഒരു മനുഷ്യനും ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു പരലോക കോടതിയിൽ നമ്മളും നമ്മുടെ അമലും മാത്രം കൂട്ടിന് നിൽക്കുന്ന ഒരു ദിവസത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ ഖബറിലേക്ക് നമ്മൾ ഉണ്ടാക്കണം ദിക്റും സ്വലാത്തും പ്രാർത്ഥനകളും, ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകളും അദ്കാറുകളും സ്വലാത്തും, ഇസ്ലാം പഠിപ്പിച്ച ദുആകളും, ഇസ്ലാം പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ എന്ന മഹത്തരമായ ഗ്രന്ഥത്തിന്റെ പാരായണവും, സ്വതക്കയും, പുണ്യകർമ്മങ്ങളും, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നതും എല്ലാം വഴിയിൽ നിന്ന് ഒരു ഉപദ്രവം നീക്കം ചെയ്യുന്നത് പോലും ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സ്വതഖത്തുൻ, വഴി കിടക്കുന്ന ഒരു മാലിന്യം നീക്കുന്നത് പോലും സ്വതക്കയാണ്. അതൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടാവുക എന്നതാണ് പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലായി, സത്യത്തിലായി, ഖൈറിലായി മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാ സമയത്തും പടച്ച റബ്ബിന്റെ ഈമാനോടെ നിലകൊള്ളാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.